ബോഡി യാത്ര എന്നതിന് ശേഷം അടുത്ത ഒരു ചിന്ന അഡ്വഞ്ചറസ് ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ് ടു ഇല്ലിക്കൽ കല്ല്. ഞാനും അമ്മയും ആൻറ്റിയും എൻ്റെ 2 ചേച്ചിമാരും മാത്രം ആയിട്ട് നമ്മൾ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏകശില രൂപമായ ഇല്ലിക്കൽ കല്ലിലേക്കാണ് നമ്മൾ പോകുന്നത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും നല്ലൊരു ചോയ്സ് തന്നെയാണ് കോട്ടയം ജില്ലയിലെ ഈ ഇല്ലിക്കൽ കല്ല്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇല്ലിക്കൽ കല്ലിലേക്ക് 57 കിലോമീറ്ററാണുള്ളത്. കൂടാതെ എറണാകുളത്ത് നിന്ന് തൊടുപുഴ വഴി നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. തീക്കോയി പട്ടണത്തിന് അടുത്തുള്ള ഈ ഇല്ലിക്കൽ കല്ല് സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറേ ഹെയർപിൻ വളവുകളും കുറേ നല്ല നല്ല കാഴ്ചകളും കണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകാം. പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ ഇല്ലിക്കൽ കല്ല് എത്തുന്നതിന് മുമ്പ് തന്നെയായിട്ട് കുറേ ഹോംലി മീൽസൊക്കെ കിട്ടുന്ന കുറേ ഹോട്ടലുകളുണ്ട്. അത് ടൗണിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് വരണമെന്നില്ല, അവിടെ ചെന്നിട്ടാണെങ്കിലും കഴിക്കാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ വണ്ടികളും നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ജീപ്പ് പിടിച്ചിട്ട് നമുക്ക് ജീപ്പിൽ കയറിയിട്ടും ഇല്ലിക്കൽ കല്ലിലേക്ക് എത്താം. ഒരു 1-1.5 കിലോമീറ്റർ ജീപ്പിൽ ആ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇല്ലിക്കൽ കല്ല് കാണാൻ വേണ്ടിയിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നടക്കണം. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിൽ കുറച്ച് അപകടങ്ങൾ നടന്നതൊക്കെ കാരണം കറക്റ്റായിട്ട് ഇല്ലിക്കൽ കല്ലിൽ പോയിട്ട് അവിടെ കാണാനുള്ള അനുമതിയില്ല. പക്ഷെ അതിന് തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ ഇല്ലിക്കൽ കല്ലും കുടക്കല്ലും ഒക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ല് കയറി ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇല്ലിക്കൽ കല്ലിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും കൂടെ അടിച്ച് പൊട്ടിക്കുക. എന്നാൽ മാത്രം നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ. അപ്പോൾ അത്രയൊക്കെയാണ്. ടാറ്റ, ബൈ ബൈ.